നിനക്കൊക്കെ എന്തിന്റെ കേടാടാ മക്കളെ? നട്ടലില്ലാതായി പോയല്ലോ. ഒരു പെണ്ണിന്റെ സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ട് അത് കണ്ട് ആസ്വദിച്ചിട്ട് അവൻ സ്ക്രീൻഷോട്ട് എടുത്ത് അവന്റെ പറയുന്നില്ല, അവൻ എടുത്ത് പുറത്ത് വിട്ടേക്കുന്നു. നാണം കെട്ട നാറി. ആ കടിച്ചോട്ടെ എന്ന് രേണുസുതിയോട് ചോദിച്ചപ്പോ എന്നെ കടിക്കാൻ പറയണോ? കടിച്ചോട്ടെ എന്ന് ചോദിച്ചാൽ കടിക്കല്ലേ എന്നല്ലേ പറയാൻ പറ്റത്തുള്ളൂ. പിന്നെ എന്റെ ചുണ്ട് വന്ന് കടിക്കാൻ ഞാൻ പറയണോ? വേറെ എന്തൊക്കെ കാണിക്കുന്നില്ല സബ്സ്ക്രിപ്ഷൻ? നീ വേറെ ആൾക്കാരൊക്കെ ഇതൊന്നും നീ എന്താടാ ഇടാത്ത, പുറത്ത് ലീക്ക് ചെയ്യാത്തത്? നിനക്കൊക്കെ പേടി. എടാ രേണുസുതിക്ക് ഒന്നുമില്ല. രേണുസുതി അതിനകത്ത് ചുണ്ടല്ലേ കടിച്ചല്ലോ, വേറൊന്നും വന്ന് കടിച്ചിട്ടില്ലല്ലോ, വേറൊന്നും കടിച്ച് കാണിച്ചുമില്ലല്ലോ. അപ്പൊ ഒരു കുഴപ്പമില്ല. നീയൊക്കെ ഇതിലപ്പുറം ചെയ്യുന്ന എനിക്കറിയാം. അതുകൊണ്ട് തന്നെ മാന്യമായിട്ട് തന്നെയാണ്, അതായത് നല്ല മര്യാദക്ക് തന്നെയാണ് ഞാൻ സബില് ചെയ്യുന്നത്. മനസ്സിലായോ? നീയൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം ഇതിനകത്ത്. മനസ്സിലായോ മക്കളെ? നീ ഇട്ടാൽ എനിക്ക് കോപ്പാണ്. ഞാൻ ഇനിയും ലൈവ് ഇടും. മനസ്സിലായോ? എന്റെ സബ്സ്ക്രിപ്ഷൻ ഒരുപാട് സ്നേഹിക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ ലൈവ് ഇടും. ഹലോ ഗായ്സ്, നിങ്ങൾ അറിഞ്ഞോ നമ്മുടെ സോഷ്യൽ മീഡിയ വൈറൽ താരം രേണുസുതി അങ്ങനെ എയറിൽ പാറി പറക്കുകയാണ്. അത് വലിയ സംഭവമൊന്നുമല്ല, ആളെപ്പോഴും എയറിൽ തന്നെയാണ്. എന്തായാലും ഇന്നലെ നമ്മുടെ രേണുവിൻ്റെ ഇൻസ്റ്റഗ്രാം സബ്സ്ക്രിപ്ഷനിൽ ഒരു ലൈവ് വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു ലൈവിൽ രേണു കുറച്ച് കുൽസിതങ്ങളൊക്കെ അങ്ങ് കാണിച്ചു. അപ്പോൾ ഏതോ ഒരാൾ രേണുവിൻ്റെ സബ്സ്ക്രിപ്ഷനിൽ ആ വീഡിയോ എടുത്ത് അങ്ങ് പബ്ലിക്കാക്കി. അപ്പോൾ അതിനെതിരെയാണ് രേണുവിൻ്റെ ഈ ഒരു പ്രതിഷേധം. ഏതവനാടാ ഇത് കണ്ട് ആസ്വദിച്ചിട്ട് അതെടുത്ത് പബ്ലിക്കാക്കിയിരിക്കുന്നു, മറ്റതാ മറിച്ചതാന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രതികരണമാണ് കേട്ടോ. പുള്ളിക്കാരിക്ക് കാണിക്കാം, പക്ഷെ ആരും പറയാൻ പാടില്ല. എന്നിട്ട് നമ്മളോടൊക്കെ ചോദിക്കാം നാണം ഉണ്ടോയെന്ന്. ഞങ്ങൾക്ക് തിരിച്ചതാ ചോദിക്കാനുള്ളത്. നാണം ഉണ്ടോ ഇതുപോലെയൊക്കെ കിടന്ന് കാണിക്കാനായിട്ട്? ഓരോ സാധനങ്ങളും കാണിക്കാനായിട്ട് രേണുസുതി കിടന്ന് പാടുപെടുന്നു. എൻ്റെ പൊന്നോ, ആ ലൈവ് നിങ്ങൾ കണ്ടായിരുന്നു? അതായത് സബ്സ്ക്രിപ്ഷനിലെ രേണുവിൻ്റെ ലൈവ്, അതിൻ്റെ വീഡിയോ ഒരെണ്ണം ഞാൻ ഇന്നലെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ആ സബ്സ്ക്രിപ്ഷനിലെ ആ കുൽസിത ലൈവ് നമുക്കൊന്ന് കണ്ടാലോ? രേണുസുതി ഇൻസ്റ്റഗ്രാം സബ്സ്ക്രിപ്ഷനിലെ ലൈവ് വന്നു കേട്ടോ. കുറച്ചൊക്കെ അവിടെ ഇവിടെ ഒക്കെ കാണിക്കുകയും അതുപോലെ ചുണ്ടൊക്കെ എന്തൊക്കെയോ കാണിക്കുന്നു, നാക്കിട്ട് എങ്ങനെയൊക്കെ കാണിക്കുന്നു, പിന്നെ ചുണ്ട് പൊട്ടിയിരിക്കുകയാണ്, മറ്റതാ മറിച്ചതെന്നൊക്കെ പറഞ്ഞ് പച്ച മലയാളത്തിൽ പറയുവാണെങ്കിൽ നല്ല ഒന്നാന്തരം വിഷമം എന്ന് തന്നെ ഇതിന് പറയേണ്ടി വരും. അല്ലാതെ എന്താ നമ്മളിതിന് പറയണ്ടേ? എന്നിട്ട് ഇവളുടെ സബ്സ്ക്രിപ്ഷൻ വീഡിയോ എടുത്ത് പുറത്ത് പബ്ലിക്കാക്കിയവരെ ഭയങ്കരമായിട്ട് വന്നിരുന്ന് അങ്ങോട്ട് നിങ്ങൾക്ക് നാണമില്ലേ, മറ്റതല്ലേ മറിച്ചതല്ലേ? ഇവള് കാണിച്ചിട്ടല്ലേ പറയുന്നത്? ഇല്ലാത്ത ഒന്നും ആരും ഉണ്ടാക്കി പുറത്ത് വിട്ടിട്ടില്ലല്ലോ. ഇവള് കാണിച്ചത് തന്നെയല്ലേ ഇപ്പം പുറത്ത് വന്നിരിക്കുന്നത്. നാണോ ഉളുപ്പും മാനോ ഇല്ലാത്തത് ആർക്കാന്ന് ഇപ്പം ജനങ്ങൾക്ക് മനസ്സിലായി. അയ്യേ, ഇവൾ എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്ന? എന്തൊക്കെയാ ഈ കണക്കിന് ഇവൾക്ക് കുറച്ചുകൂടെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നെങ്കിലുള്ള അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇവൾ ആകെ അത്രേ ഉള്ളൂ, എന്നിട്ട് അത് വെച്ചിട്ട് അവൾ കാണിക്കാവുന്നതിൻ്റെ പരമാവധി കാണിക്കുന്നുണ്ട് കേട്ടോ. നാണോ മാനോ ഇല്ലാത്തത് ഇവൾക്കാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവളുടെ വീട്ടുകാരൊന്നും ഇത് കാണുന്നില്ല. ഇവളുടെ ചേച്ചി അല്ല ഇവളുടെ ചേച്ചിയുടെ ഭർത്താവ്, ഇവളുടെ അച്ഛൻ, അമ്മ, ഇവരൊന്നും ഇത് കാണുന്നില്ലേ? മകൾ ഇങ്ങനെയൊക്കെ കാണിച്ചിട്ടാണ് ഇതുപോലെ പണം ഉണ്ടാക്കുന്നതെന്നൊന്നും ഇവർക്ക് അറിയത്തില്ലേ? ആരെങ്കിലുമൊക്കെ ഇവളുടെ സബ്സ്ക്രിപ്ഷൻ വീഡിയോ ഇവളുടെ ചേച്ചീനെയൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്ക്. എന്നിട്ടും അവരൊക്കെ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഒന്നും പറയാനില്ല. എത്രയോ ആൾക്കാർ സബ്സ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മളെ കണ്ണിൽ കാണുന്നതിനൊക്കെ നമ്മൾ റിയാക്ട് ചെയ്യാറുണ്ട്. പിന്നെ ഇവളെ കുറച്ച് കൂടുതൽ പറയുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവള് സുധി എന്ന് പറയുന്ന ആ ഒരു കലാകാരൻ്റെ പേരിലാണ് ഈ സോഷ്യൽ മീഡിയയിലേക്ക് വന്നത്. കുറേ ഇല്ലായ്മകളൊക്കെ പറഞ്ഞു വന്ന് അവസാനം ഒരു ചുളിവിനൊരു വീട് കിട്ടി. അങ്ങനെ ഒരുപാട് സഹായങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആ കലാകാരൻ്റെ പേരിലാണ് ഇവർക്ക് ഇത്രത്തോളം അവസരങ്ങൾ കിട്ടിയത്. അവസാനം ആ ഒരു കലാകാരന് ഒരു വിലയില്ലാത്ത രീതിയിൽ ആക്കി തീർത്തു ഇവള്.
ഇപ്പം ശരിക്കും പറഞ്ഞാൽ കൊല്ലം സുധി എന്ന പേര് കേൾക്കുന്നത് തന്നെ ആൾക്കാർക്ക് വെറുപ്പായി തോന്നി. എനിക്ക് തോന്നുന്നു മരിച്ചു കഴിഞ്ഞിട്ടും ഇത്രത്തോളം ഒരു വെറുപ്പ് കിട്ടുന്ന ഒരു മനുഷ്യൻ അത് കൊല്ലം സുധി മാത്രമായിരിക്കും കേട്ടോ. കാരണം ഇവൾ ഒരുത്തി കാരണമാണ് ആ ഒരു കലാകാരൻ മരിച്ചു കഴിഞ്ഞിട്ട് പോലും സ്വസ്ഥത കൊടുക്കാതെ ഇങ്ങനെ ആ ഒരു കലാകാരൻ ഇത്രത്തോളം നെഗറ്റീവ് കേൾക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ കൊല്ലം സുധി ഇപ്പോൾ എവിടെയാണേലും എന്താ പറയുക, അയാളുടെ ആത്മാവെങ്കിലും ഇതൊക്കെ കാണുന്നുണ്ടാവുമല്ലോ. അയാൾ ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. അയാൾ ഓർക്കുക, ഹോ ഈ ശവത്തിൻ്റെ അടുത്ത് നിന്ന് എത്രയും പെട്ടെന്ന് പോയത്, രക്ഷപ്പെട്ടത് നന്നായി എന്നേ അയാൾ ഓർക്കുന്നുണ്ടാവുള്ളൂ. കാരണം അമ്മാതിരി അപരാധമല്ലേ ഇവൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവളുടെ ലൈവിലെ ആ ഒരു വിഷമം കണ്ടിട്ട് അയ്യേ എന്തൊക്കെയാണ് ഇവൾ കാണിക്കുന്നത്, എന്തൊക്കെയാണ്. പിന്നെ ഒരു എണ്ണയോ കുഴമ്പോ ഒക്കെ എടുത്ത് വെച്ചിട്ട് തൊടയിലേക്ക് പെരട്ടുന്നു, എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നുണ്ട്. ഇതുമൊക്കെ കുട്ടികളെ നോക്കാൻ വേണ്ടിയിട്ടായിരിക്കുമല്ലേ. ഓ അങ്ങനെയാണല്ലോ ഇവളെ താങ്ങുന്നവരും ഇവളെ സപ്പോർട്ട് ചെയ്യുന്നവരും പറയുന്നത്. ഓ അവള് കഷ്ടപ്പെട്ട്, ഭർത്താവ് മരിച്ചൊരു സ്ത്രീ കുട്ടികളെ നോക്കാനും കുടുംബം നോക്കാൻ വേണ്ടി രാപകലില്ലാതെ കഷ്ടപ്പെടുക. ഇതാണ് കഷ്ടപ്പാട്. രേണുസുധിയുടെ വീഡിയോ ലീക്കായെന്ന് പറഞ്ഞ ഒരുത്തൻ ഇട്ടിട്ടുണ്ട്. ഇവനൊക്കെ സബിനകത്ത് കയറിയിരുന്ന് ആസ്വദിച്ചിട്ടാണ് ഇവനൊക്കെ ഇങ്ങനെ പുറത്ത് വിടുന്നത്. സത്യം പറഞ്ഞാൽ അതൊരു ലൈവായിരുന്നു. സബിനകത്ത് ലൈവ് പോയതല്ല, ഞാൻ ആൾക്ക് പേഴ്സണലി ചാറ്റ് ചെയ്തോ വീഡിയോ കൊടുത്തതല്ല. ആദ്യം നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഞാൻ ഇന്നലെ ഉച്ചയ്ക്ക് ലൈവ് പോയതാണ്, മനസ്സിലായി. ഒരുപാട് നാളായി ലൈവ് പോയിട്ട്, അങ്ങനെ ലൈവ് പോയതാണ് ഞാൻ. ആ ലൈവ് പോയ വീഡിയോ ആണ് ആസ്വദിച്ചിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് പുറത്ത് വിട്ടിട്ടുള്ളത്. ഏതാണെങ്കിലും ഏത് നാറിയാണെങ്കിലും, എടാ നാണം കെട്ട നാറികളെ, ഇതൊക്കെയാണോ നിന്റെ പരിപാടി? നാണമില്ലാത്ത നാറികളെ. എടാ എൻ്റെ ചുണ്ട് നിങ്ങൾ നോക്ക്, ഇത് കണ്ട, ഈ ചുണ്ട് പൊട്ടിയിരിക്കണം. കുറച്ച് ദിവസമായിട്ട് എന്തോ കാലാവസ്ഥയുടെ പ്രശ്നമാണെന്ന് തോന്നുന്നു, ചുണ്ടെല്ലാം പൊട്ടിയിരിക്കുകയാണ്. അപ്പം ഞാൻ അതാണ് ലൈവിൽ വന്ന് കാണിച്ചു തന്നത്, നിങ്ങളുടെ ഇങ്ങനെ കാണിച്ചു തന്നത്, മനസ്സിലായോ? നീ എന്താ ഓർത്ത ഞാൻ ഇനി ലൈവ് പോകത്തില്ല? സത്യം ഞാൻ ഇനിയും ലൈവ് പോകും. എനിക്ക് നിന്നെ പേടിച്ചിട്ടേ ലൈവ് പോകാതിരിക്കാൻ പറ്റത്തില്ല. നീ വന്ന് ഇനി സ്ക്രീൻഷോട്ട് എടുത്ത് പുറത്ത് വിടടാ.